ഗ്ലോബിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ടെൻഷൻ അടിക്കേണ്ട ഫൈനൽ ലുക്ക് അടിപൊളിയായിരിക്കും. മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് നമ്മൾ എന്ത് കാണുന്നു അതിനെ നമ്മളൊരു എസ്തെറ്റിക് വ്യൂവിലോട്ട് ആക്കുക എന്നുള്ളതാണ് ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. സീ ഗ്ലോബിൻ്റെ കസ്റ്റമൈസേഷൻ തന്നെയാണ് ഓരോ ക്ലയൻറ്റിൻ്റെയും അവരുടെ പൾസ് അല്ലെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ഒരു ടൈംലി ഫോക്കസ് ചെയ്തിട്ട് അതിനനുസരിച്ചായിരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ അവരുമായിട്ട് ഇരുന്ന് സംസാരിച്ച് അവരുടെ റിക്വയർമെൻറ്റ് എന്താണ്, അവരുടെ ബഡ്ജറ്റ് എന്താണ്, ഇതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് ഇത് 3D ആക്കും. 3Dയിലേക്ക് വരുമ്പോൾ ആൾക്കാർക്ക് അവരെന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അത് ആയതിനു ശേഷമേ നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അവർക്ക് അതിനെപ്പറ്റിയുള്ള ക്ലിയർ പിക്ചർ കിട്ടുവാണ്. ഒരു 3D ഇമേജിലൂടെ ക്ലിയർ പിക്ചർ കിട്ടുവാണ്. നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ഇൻറ്റീരിയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ മണ്ടത്തരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് എപ്പോഴാണോ നമ്മളൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നത് ആ സമയം തൊട്ട് നമ്മൾ ഇൻറ്റീരിയറും എങ്ങനെയായിരിക്കണം എന്ന് പ്ലാൻ ചെയ്തിരിക്കണം. കൊടുക്കാൻ പറ്റുന്ന നമുക്ക് ട്രസ്റ്റാണ് നമ്മൾ ഇത്രയും നാളത്തെ നമ്മളുടെ ഒരു പരിചയം, ഒരാളുടെ സ്വപ്നമാണ് ഒരു ഭവനം എന്ന് പറയുന്നത്. ആ ഭവനം നമ്മളെ കൊണ്ട് കഴിയുന്നതിൽ അപ്പുറം നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് യൂസ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് സീ ഗ്ലോബിൻ എപ്പോഴും ശ്രമിക്കുന്നത്, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി ഫ്യൂച്ചറിലും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു ബിഹൈൻഡ് ദ ബ്രാൻഡ്. ഇന്ന് ബിഹൈൻഡ് ദ ബ്രാൻഡിൽ നമ്മളോട് സംസാരിക്കാനും എന്താ പറയാ, നമുക്ക് എല്ലാവർക്കും വീട് എന്ന് പറഞ്ഞ സ്വപ്നം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമല്ലേ. എല്ലാവരും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തമായിട്ട് ഒരു വീട്, ഫ്ലാറ്റ് അങ്ങനെയൊക്കെ മേടിക്കുന്നത്. സോ അതിനെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ദ വെൽ നോൺ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് സീ ഗ്ലോബ് ഇൻഫ്ര ആൻഡ് ഇന്റീരിയേഴ്സ്. സോ അതിന്റെ ഫൗണ്ടറായ ലേഖ കൃഷ്ണയാണ് നമ്മോടൊപ്പം ബിഹൈൻഡ് ദ ബ്രാൻഡിലുള്ളത്. സോ നമസ്കാരം. നമസ്കാരം ആൻഡ് വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സീ ഗ്ലോബ് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന കൺസ്ട്രക്ഷനിലാണോ? അതെ, കൺസ്ട്രക്ഷൻ ആൻഡ് ഇന്റീരിയർ ആണ് വരുന്നത്. നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത് ബാംഗ്ലൂരാണ്. കേരളത്തിൽ നമ്മുടെ ഓഫീസ് വരുന്നത് വൈറ്റിലയാണ്. ഓക്കെ, കേരളത്തിൽ ഇപ്പൊ വൈറ്റിലാണ്, നമ്മളിപ്പോ വൈറ്റിലെ തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സ്റ്റെബിലിറ്റി ആയിട്ട് ഒരു ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരു സ്വന്തമായിട്ട് വീട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഫ്ലാറ്റ് മേടിക്കാനാണ് ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതാണ് അല്ലെ. അപ്പം ആ ഒരു സ്വപ്നത്തിലേക്ക് ആദ്യമായിട്ട് വരുന്ന നിങ്ങളെ പോലുള്ള ആൾക്കാരിലേക്കായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരുടെയും, അതായത് നമ്മൾ മെയിൻലി ഒരു ജോബ് അത് കഴിയുമ്പോൾ നമ്മൾ സെറ്റിൽ ആകുക എന്ന് പറയുന്നത് ഒരു ഹോം കൺസ്ട്രക്ഷനിലൂടെയാണ്. ഓരോരുത്തരുടെയും ഒരു ആഗ്രഹമായിരിക്കും ഒരു വീട് വെക്കുക എന്നുള്ളത്. അപ്പൊ അതാണ് നമ്മൾ ഒരു ചെയ്തു കൊടുക്കുന്നത്. അവരുടെ സ്വപ്നം നമ്മൾ സാക്ഷാത്കരിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഒരുപാട് കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട്. ഇപ്പൊ നമുക്ക് ഗൂഗിൾ ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം എല്ലായിടത്തും നമുക്ക് അന്വേഷിക്കാനായിട്ടുള്ള ഒരു ഈസി ആക്സസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് സീ ഗ്ലോബ് വേറിട്ട് നിൽക്കുന്നത്? സീ ഗ്ലോബിന്റെ കസ്റ്റമൈസേഷൻ തന്നെയാണ് ഓരോ ക്ലയന്റിന്റെയും അവരുടെ പൾസ് അല്ലെങ്കിൽ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ഒരു ടൈംലി ഫോക്കസ് ചെയ്തിട്ട് അതിനനുസരിച്ചായിരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതായിരിക്കും മെയിൻ ആയിട്ട് തന്നെ വരുന്നത്. അതെ. ചേച്ചി ഇതൊക്കെയാണോ ഇന്റീരിയർ കാര്യങ്ങളൊക്കെയാണോ പഠിച്ചത്? എഞ്ചിനീയർ ആയിരുന്നു? അതെ. ഇഷ്ടപ്പെട്ട് തന്നെ വന്ന ഒരു ഫീൽഡാണിത്. സാധാരണ നമ്മൾ എഞ്ചിനീയർ ചിലർ പേരന്റ്സ് ഒക്കെ പുഷ് ചെയ്തിട്ടല്ല, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് തന്നെ വന്ന ഫീൽഡ് തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു സീ ഗ്ലോബ് ഇങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം, ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടത്? ഇത് നമ്മളുടെ കോഴ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പലരും റെഫറൻസ് വഴിയാണ് നമുക്ക് ഒരു വർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മൾ കൂടുതലായിട്ട് അപ്പം ആദ്യം സ്കൂൾസിന്റെ വർക്ക്സ് ആയിരുന്നു, അതായത് സ്കൂൾ ആൻഡ് കോളേജസിന്റെ വർക്കായിരുന്നു. അവരുടെ ലാബിന്റെ കൺസൾട്ടേഷൻ ആയിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ പിന്നെ നമ്മൾ മൂവ് ചെയ്തു കൊമേഴ്ഷ്യൽ ആൻഡ് റെസിഡൻഷ്യൽ പ്രോജക്റ്റുകളിലേക്ക് മൂവ് ചെയ്തു. ആഫ്റ്റർ കൊറോണയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഒരു ടേൺകി ആയിട്ട് എടുത്തു തുടങ്ങിയത് ആഫ്റ്റർ കൊറോണയാണ്. അതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്റീരിയറിലായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുൾ ഒരു വീട് അല്ലെങ്കിൽ എന്താണോ അതിന് കംപ്ലീറ്റ് ചെയ്ത് ഒരു ടേൺകി ആയിട്ട് പ്രൊജക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വന്നത്. ഇപ്പൊ കുറെ പേർക്കുള്ള ഒരു ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു ആൾക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനീനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ നല്ലോണം ചെയ്യുമോ, അല്ലെങ്കിൽ അവർ നമ്മൾ നോക്കുന്ന പോലെ അല്ലെങ്കിൽ സ്ഥിരമായി ഇപ്പൊ നമുക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ കുറച്ചുപേര് നിൽക്കുമ്പോഴത്തേനും
ചില വീട്ടുകാർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ടെൻഷൻ ഒക്കെ ഉണ്ടാവും. അവർ നല്ലോണം ചെയ്യുവോ, അല്ലെങ്കിൽ അവർ കറക്റ്റ് ആയിട്ടാണ് അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും പറ്റും, അങ്ങനെ ഒരു പേടി ഇപ്പൊ എല്ലാവർക്കും തന്നെയുണ്ട്. ഉണ്ട് ഉണ്ട്. അപ്പൊ അത് അതെങ്ങനെയാ? അത് അത് വരും. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പേടി എല്ലാവർക്കും വരും. അതെ. അപ്പൊ അത് എത്ര നമുക്കൊരു പേരുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ആണെങ്കിലും ജസ്റ്റ് അവരുമായിട്ടൊന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ പറയുന്ന പേടി ക്ലയന്റിന് വരും. ബട്ട് അതെ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ അവരുമായിട്ട് ഇരുന്ന് സംസാരിച്ച് അവരുടെ റിക്വയർമെന്റ് എന്താണ്, അവരുടെ ബഡ്ജറ്റ് എന്താണ്, ഇതിനനുസരിച്ചെല്ലാം നമ്മൾ അവരുമായിട്ടൊന്ന് ആദ്യം ഒന്ന് മീറ്റ് ചെയ്യണം. മീറ്റ് ചെയ്തിട്ട് അവരുടെ എന്താണോ അവരുടെ റിക്വയർമെന്റ് അതിനനുസരിച്ച് നമ്മളൊരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്ത് എല്ലാം ചെയ്തു കൊടുക്കും. ഓക്കെ. അപ്പം അതിലൂടെയാണ് നമ്മുടെ പ്രീവിയസ് വർക്ക്സ് കാണിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിച്ച് ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്യും. അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ. ഇത് ഭയങ്കര പ്രഷറൈസ് ആണോ? കാരണം നമുക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവുമല്ലോ. നമ്മൾ ആദ്യമായിട്ട് ഒരു ഉണ്ടാവും. വീട് ഇതൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും അത്രയും ഫണ്ട് അങ്ങ് ഇറക്കുന്നത്. അപ്പൊ അതെ. ഒരുപാട് ഡൗട്ട്സ് നമ്മുടെ സൈഡിൽ നിന്നുണ്ടാവും. അപ്പൊ അതെങ്ങനെയാ ഒരു കസ്റ്റമറിനെ നിങ്ങൾ അത് മനസ്സിലാക്കി കൊടുക്കണം? ആ ഒരു പ്രോസസ്സ് എങ്ങനെയാ? ഈ പറഞ്ഞതുപോലെ ക്ലയന്റിന് എപ്പോഴും ഇപ്പം നമുക്കറിയാം ഇൻസ്റ്റാഗ്രാം ഉം. പല മെത്തേഡിലൂടെ അവർക്ക് അതെ. കുറേ നോളജ് അവർ ചെയ്ത് മീൻസ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ. അപ്പം ഈ നോളജ് വെച്ചിട്ടായിരിക്കും നമ്മളുടെ അടുത്ത് അതെ. വരുന്നത്. അതെ. അങ്ങനെയുള്ള ക്ലയന്റിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഉം. വളരെ ഈസിയാണ്. ഓ. കാരണം അവർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. നമ്മൾ ഓക്കെ. ബാക്കി കാര്യങ്ങളോട് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ളവരെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. അപ്പം അവരെ നമ്മൾ എന്താണോ അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ അതിന് ഏറ്റവും ഈസിയസ്റ്റ് വേ ആണ് നമ്മളിപ്പം ഒരു പ്ലാൻ വന്നു, ആ സൈറ്റ് പോയി മീൻസ് സൈറ്റ് കാണേണ്ടതാണെങ്കിൽ സൈറ്റ് കണ്ടു, ഇതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് ഇത് 3D ആക്കും. 3Dയിലേക്ക് വരുമ്പോൾ ആൾക്കാർക്ക് അവരെന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അത് ആയതിനു ശേഷമേ നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ അവർക്ക് അതിനെപ്പറ്റിയുള്ള ക്ലിയർ പിക്ചർ കിട്ടുവാണ്. ഒരു 3D ഇമേജിലൂടെ ക്ലിയർ പിക്ചർ കിട്ടുവാണ്. അതിനുശേഷമായിരിക്കും നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാം അവരുടെ കൺസെന്റ് എടുത്തതിന് എല്ലാം ശേഷമായിരിക്കും നമ്മൾ എല്ലാം ഫൈനലി ഈച്ച് സ്റ്റാർട്ട് ആൻഡ് ചെയ്യുന്നത്. എവറിത്തിങ് അവരുടെ കൺസേൺ കൂടിയായിരിക്കും നമ്മൾ പോകുന്നത്. ഓക്കെ. ഇപ്പൊ ഇന്റീരിയർ ഡിസൈനിങ് അല്ലെങ്കിൽ ഇന്റീരിയറിലേക്ക് ഇപ്പൊ കുറെ ആൾക്കാർ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 years ബാക്ക് എന്ന് വെച്ചാൽ വീട് വെക്കാന്നുള്ളൂ. അത്രേ ഉള്ളൂ. ഒരു 2 നില വീടാകണം അല്ലെ, ഒരു സ്റ്റെപ്പ് കുറച്ച് ഉണ്ടാവണം, പെയിന്റ് അതെ, അടിക്കുക, കുറച്ച് പെയിന്റ് അടിക്കുക, ഇത്ര റൂം ഉണ്ടാവണം, കുറച്ച് അലമാരി വെക്കുക, അതെ, അത്രേ അലമാരി ഉള്ളൂ. വെക്കുക, കബോർഡ്സ് ആയിരുന്നു അന്നത്തെ കാലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. കബോർഡുകളായിരുന്നു അതെ രാജാക്കന്മാര്. അതെ അതെ ഇന്ന് മാറിയിട്ട് ഇന്റീരിയർ വീട് എങ്ങനെയായാലും ഇന്റീരിയർ നല്ല അടിപൊളിയായിരിക്കണം, കോസി വൈബ്, എസ്തെറ്റിക് വൈബ്, എന്ന് വെച്ചാൽ പല പല ട്രെൻഡ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരുടെ വിചാരം, ഓ, നമ്മളെ പോലുള്ളവർക്ക് ഇന്റീരിയർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇന്റീരിയറിന് ഭയങ്കര പൈസയാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ സാധനം തന്നെ ചെയ്യണമെങ്കിൽ ഇത്ര ലക്ഷം രൂപയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന സാധാരണക്കാരാണ്. എന്ന് വെച്ചാൽ വീട് വെക്കണം, അവർക്ക് ഇന്റീരിയർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളവർക്ക് പറ്റുമോ ഇന്റീരിയർ? നിങ്ങളുടെ അടുത്തേക്ക് തീർച്ചയായിട്ടും വന്നാ ഇന്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് നമ്മൾ എന്ത് കാണുന്നു അതിനെ നമ്മളൊരു എസ്തെറ്റിക് വ്യൂയിലോട്ട് ആക്കുക എന്നുള്ളതാണ് ഇന്റീരിയർ എന്ന് പറയുന്നത്. ഓക്കെ. അത് ഇപ്പം ഒരു സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുക. പലർക്കും പല കൺസേൺ ആയിരിക്കും ഉണ്ടാകുന്നത്. അതിനെ മാറ്റി നമ്മൾ അതിന്റെ ഒരു ലുക്ക് വൈസ് ആണെങ്കിലും എല്ലാം മാറ്റി ഒരു ഡിസൈൻ ചെയ്ത് അതിനെ ഒരു എക്സിക്യൂട്ടീവ് ലെവലിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. ഇന്റീരിയറിന് ഒരുപാട് ഫണ്ട് ഇറങ്ങുമെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അയ്യോ, നമ്മൾ ഒരു ഇന്റീരിയർ ചെയ്യാൻ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ട് പോണ വഴി മനസ്സിലാകും. അത് സത്യത്തിലുണ്ടോ? അങ്ങനെയുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഇന്റീരിയറിന് ഫണ്ട് ആവശ്യമുണ്ട്. ബട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. ഇപ്പം ഇന്റീരിയറിൽ ഫണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുവാണെങ്കിൽ നമുക്കൊരു 10 lakhs തൊട്ട് 1 CR അല്ലെങ്കിൽ അതിനും മേളിൽ നമുക്ക് ഇന്റീരിയർ ചെയ്യാം. ഓക്കെ. അതാണ് ഇന്റീരിയറിനകത്ത് വരുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെല്ലുന്നു. നമ്മളുടെ ബഡ്ജറ്റ് എന്താണോ അതിനനുസരിച്ചുള്ളത് നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് വേണേലും നമുക്ക് അവിടെ നിന്ന് കിട്ടും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരു ഇന്റീരിയറിനകത്തും വരുന്നത്. നമുക്ക് എന്താണോ ചെയ്യേണ്ടത് ആ ഒരു കാര്യം നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ പറയാം. ആ ബഡ്ജറ്റിന് ഉള്ളിൽ നിൽക്കുന്ന പോലെ നമുക്കത് പ്ലാൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ എല്ലാവരുടെ മനസ്സിൽ ഇപ്പൊ വീട് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ധാരണ ഇത്ര രൂപയ്ക്ക് ഇന്റീരിയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 4 ലക്ഷത്തിന് നമുക്ക് ഇന്റീരിയർ ചെയ്യാൻ പറ്റില്ലേ, അല്ലെങ്കിൽ ഒരു 6 ലക്ഷം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ലേ? അത് പോസിബിൾ ആണോ? നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ലുക്ക്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വാവ് ഫാക്ടർ ഒരു 6 ലാഖിനൊക്കെ മിനിമൽ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുമോ ഒരു വീടിന്? അത് ഡിപ്പെൻസ് ആണ്. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കസ്റ്റമൈസേഷൻ ആണ്. ഇപ്പം
പല ആൾക്കാരും പറയുന്നുണ്ട് 4 ലാക്സിന് ചെയ്തു തരാം, ആ, 6 ലാക്സിന് ചെയ്തു തരാം എന്നൊക്കെ. പക്ഷെ നമുക്ക് അങ്ങനെ ഒരിക്കലും ഇത്ര ബഡ്ജറ്റിൽ നമുക്ക് ചെയ്തു തരാം എന്ന് നമുക്കൊരു പ്രോപ്പർട്ടി കാണാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ ഇപ്പം ഓക്കെ. ഫോർ എക്സാമ്പിൾ 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു 3 BHK ആണ്. അത് ചിലപ്പോൾ അതിൻ്റെ ഇന്റീരിയർ ഡിഫറെൻ്റ് ആയിരിക്കും. അതേ സ്ക്വയർ ഫീറ്റ് ഉള്ള അല്ലെങ്കിൽ ഒരു 3 BHK വേറൊരു 3 BHK എടുക്കുകയാണെങ്കിൽ, കാരണം അത് ചിലപ്പം 1000 സ്ക്വയർ ഫീറ്റേ കാണുള്ളൂ. അപ്പം ഇതിനകത്ത് നമുക്ക് ഈ പറയുന്ന ഒരു ബഡ്ജറ്റിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. നമ്മൾ ആ പ്രോപ്പർട്ടി കണ്ടതിന് ശേഷം എങ്ങനെ അത് ചെയ്യണമെന്ന് നേരത്തെ ഡിസൈൻ ചെയ്ത് അതിൻ്റെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുന്നതാണ് എപ്പോഴും ആപ്റ്റ് ആയിട്ടുള്ള കാര്യം. അതെ. അല്ലാതെ അല്ലെങ്കിൽ നമുക്കത് ഈ പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ പല ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്വയർ ഫീറ്റ് ഡിഫറെൻ്റ് ആകുമ്പോഴത്തേക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റിൻ്റെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കത്തില്ല. ചില ഫ്ലാറ്റിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം ഒരു ചെറിയ ഒരു ഓപ്പൺ സ്പേസ് അവിടെ കാണും. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊരു ഫീൽ വരും. അങ്ങനെ ഓരോ ഫ്ലാറ്റിനും ഡിഫറെൻറ്റ് ഇൻറ്റീരിയർ ആയിരിക്കും അതിൻ്റെ വരുന്നത്, അല്ലെങ്കിൽ സ്ട്രക്ചർ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നതും അതിനനുസരിച്ചായിരിക്കും ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുന്നതും. മനസ്സിലായി. ഇപ്പൊ ചിലവരൊക്കെ പ്ലാൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് പണി കഴിയട്ടെ എന്നിട്ട് ഇന്റീരിയറിന് കൊടുക്കാം, അല്ലെങ്കിൽ ആദ്യം ഒന്ന് കൺസ്ട്രക്ഷൻ മൊത്തം കഴിയട്ടെ, തേപ്പും വാർപ്പും എല്ലാം കഴിയട്ടെ, എന്നിട്ട് ഇനി ഒരു ഇന്റീരിയർ ഡിസൈനറുടെ ഏൽപ്പിക്കാം. അതാണോ ബെറ്റർ, അതോ നമ്മൾ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമുക്കൊരു വീട് പണിയാൻ പോവാണ്, ആ ഓൺ ദ സ്പോട്ട് തന്നെ ഇന്റീരിയർ ഡിസൈനറായിട്ട് ക്ലബ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ? നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ഇന്റീരിയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ മണ്ടത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് എപ്പോഴാണോ നമ്മളൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നത് ആ സമയം തൊട്ട് നമ്മൾ ഇന്റീരിയറും എങ്ങനെയായിരിക്കണം എന്ന് പ്ലാൻ ചെയ്തിരിക്കണം. ബിക്കോസ് നമ്മളുടെ പല കാര്യങ്ങളുണ്ട്. ഇപ്പം ഒരു എന്താ ഇലക്ട്രിക്കൽ ലേഔട്ട്, ഇപ്പം ലൈറ്റ് എവിടെ വരണം, ഇതെല്ലാം നമ്മൾ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ നമുക്കൊരു നോളജ് അതിനെപ്പറ്റി കിട്ടുന്നത്. നമ്മളുടെ കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ തന്നെ നമുക്ക് ഈ ഒരു ഇപ്പം ലൈറ്റ് എവിടെയാണെന്ന് നമ്മൾ ഓക്കെ ആയി എന്നുണ്ടെങ്കിൽ നമുക്ക് വയറിങ്ങും എല്ലാം ആ സ്റ്റേജിൽ നമുക്ക് ചെയ്തു പോകാൻ പറ്റും. അതെല്ലാം നമ്മൾ ഫൈനൽ സ്റ്റേജിൽ നമ്മൾ ഇൻറ്റീരിയറിന് അപ്രോച്ച് ചെയ്യുമ്പോൾ ചിലപ്പം ഈ ലൈറ്റ് എല്ലാം നമുക്ക് വീണ്ടും ചെയ്യേണ്ട വരും. അപ്പോൾ അവിടെ ബഡ്ജറ്റ് നമ്മൾ പ്ലാൻ ചെയ്ത ബഡ്ജറ്റ് നിൽക്കത്തില്ല. അതാണ് കുറച്ചും കൂടെ സ്പേഷ്യസ് ആക്കണമെങ്കിൽ ആക്കാൻ പറ്റും. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മൾ എപ്പോഴാണോ ഒരു വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പം തൊട്ട് നമ്മൾ ഈ പറയുന്ന ഫുൾ കംപ്ലീറ്റ് ഇന്റീരിയർ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ എൻക്വയറീസ് ഇപ്പം ഈ കറന്റ് സിനാറിൽ ഏറ്റവും ട്രെൻഡ് ആയിട്ടുള്ള ഇന്റീരിയർ എങ്ങനത്തെ വൈബ് ആയിരിക്കും? ഇപ്പൊ നമ്മൾ പറയില്ല കോസി വൈബ് അല്ലെങ്കിൽ എസ്തെറ്റിക് വൈബ്, ഇപ്പൊ കറന്റ്ലി ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന ഏത് ടൈപ്പ് ഓഫ് ഇന്റീരിയർ വൈബാണ്? ഇപ്പൊ എല്ലാവരും മിനിമലിസ്റ്റിലേക്കാണ് എല്ലാവരും പോകുന്നത്. അതായത് ഇപ്പം ഒരുപാട് പണ്ടായിരുന്നു ഒരുപാട് ട്രെൻഡി ആയിട്ട് ഒരു ട്രെൻഡിന് പുറകെ പോവുക എന്നുള്ളത് ഒരു കുറച്ച് കാലം മുമ്പ് വരെയുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു. പക്ഷെ ഇപ്പം അത് മാറി. ഇപ്പം എന്താണോ അവരുടെ കുറച്ച് മിനിമലായിട്ട് ചെയ്തിട്ട് അങ്ങനെ പോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പം ഈ സി ഗ്ലോബ് പോലെ തന്നെ ഒരുപാട് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ കമ്പനി നമ്മുടെ കേരളത്തിലെ കൊച്ചിയിൽ തന്നെയുണ്ട് അല്ലെ? അപ്പം സി ഗ്ലോബിലേക്ക് വരാൻ ഇപ്പൊ ഞാൻ എന്തുകൊണ്ട് വരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കുറെ കൺസ്ട്രക്ഷൻ കമ്പനി ഇങ്ങനെ എടുത്തു വെക്കൂലോ, അപ്പം നിങ്ങൾക്കുള്ള ആ ഒരു പോയിന്റ്സും കൂടെ ഒന്ന് അത് പ്രഷർക്ക് ഉപകാരപ്പെടും. ഇപ്പൊ ഞാൻ എന്തുകൊണ്ട് നിങ്ങളെ ഇപ്പൊ വേറെ കമ്പനിയുണ്ട്, വേറെ കൺസ്ട്രക്ഷൻ കമ്പനിയുണ്ട്, വൈ ഐ നീഡ് ടു ചൂസ് സി ഗ്ലോബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആൻസർ? ഇപ്പം എന്തുകൊണ്ട് സി ഗ്ലോബ് അല്ലെ വൈ സി ഗ്ലോബ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന നമുക്ക് ട്രസ്റ്റ് ആണ്. അതായത് നമ്മൾ ഇത്രയും നാളത്തെ നമ്മളുടെ ഒരു പരിചയം, അതുപോലെ നമ്മുടെ ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഇപ്പം ഹൈക്കോർട്ട് നമ്മുടെ ക്ലയന്റ് ആണ്. അതായത് ഹൈക്കോർട്ടിൽ നമുക്കറിയാലോ ഒരു ഇന്റീരിയർ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഒരുപാട് അപ്രൂവൽസ് വേണം. ഈ അപ്രൂവൽസ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് അവിടെ വർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ ഒരു 4 years ആയിട്ട് നമുക്ക് അതിനകത്ത് അതായത് അവരുടെ വെക്കേഷൻ ടൈം ഉണ്ടല്ലോ, അതിനകത്ത് നമുക്ക് വർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതൊരു ട്രസ്റ്റാണ്. അപ്പം ഇതുപോലെയുള്ള ട്രസ്റ്റ് നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമ്മളുടെ ക്വാളിറ്റി, നമ്മൾ എന്ത് ചെയ്താലും അത് നമ്മുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ട്രസ്റ്റ് എത്ര പൈസ കൊടുത്താലും കിട്ടാത്ത ഒരു കാര്യമാണ് ട്രസ്റ്റ് എന്നുള്ള സംഭവം. അത് വളരെ റെയർ ആയിട്ടാണ്. പ്രത്യേകിച്ച് എന്താ പറയാ, നമ്മളുടെ ജീവിത 3/4 ഭാഗവും കഴിയാൻ പോകുന്നത് ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ വീട് അല്ലെ? ഇപ്പൊ ഇത് കമ്പനി ആയിക്കോട്ടെ, ഒരാളുടെ ഒരു സ്വപ്നമായിരിക്കും സ്വന്തമായിട്ട് ഒരു കമ്പനി എന്നൊക്കെ പറയുന്നത്. നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് ഇപ്പം
പല അപകടങ്ങളിലും വീട് വെച്ചുകൊണ്ടിരിക്കുമ്പോ ഇടിഞ്ഞു തകർന്നു വീഴുന്നു അല്ലെ, പല അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ അവരുടെ അത്രയും നാളത്തെ ഒരു സ്വപ്നമാണല്ലോ അങ്ങനെ എന്നൊക്കെ വിചാരിക്കും. ഓക്കെ, ഇപ്പോ ഇന്റീരിയറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിക്കണേ പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സ്. പണ്ടും നിങ്ങൾ ഇത് ക്ലയൻസിനോട് പറയുമായിരിക്കും, പക്ഷെ അവര് പിന്നെ വീടിന്റെ അകത്ത് ചെടിയോ എങ്ങനെ വളരാതെ, വീടിന്റെ അകത്ത് ചെടിയോ എന്ന് പറയുന്നത് മാത്രമല്ല, വീടിനകത്ത് പാമ്പ് വരും, പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ വീടിന്റെ അകത്ത് ചെടി ഇല്ലെങ്കിൽ എന്തോ ഒരു കുറവുള്ള പോലെയാണ്. എവിടെ സ്പേസ് ഉണ്ടോ അവിടെയൊക്കെ മണി പ്ലാന്റ് വെക്കുക, അല്ലെങ്കിൽ ചെടികളും കൊണ്ട് നിറയ്ക്കുക. അപ്പൊ വീട് ഒരു കാടാക്കി മാറ്റാനാണ് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം. അപ്പം അതിലെങ്ങനെയാണ് എനിക്കൊന്ന് പല തരത്തിലുള്ള പോസിറ്റിവിറ്റി ചില ചെടികൾ കൊണ്ടേ തരുന്നു, അല്ലെങ്കിൽ ചിലത് നല്ല പ്യൂരിഫൈ ഓക്സിജൻ തരുന്നു, അങ്ങനെയൊക്കെ പറയുന്നതുണ്ട്. അപ്പൊ പ്ലാന്റ്സിന്റെ ഒരു ഘടകം എങ്ങനെയാണ് ഇന്റീരിയറില്? പ്ലാന്റ്സ് നമുക്ക് തരുന്ന ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ട്. നമ്മൾ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പ്ലാന്റ്, ഒരു പച്ചപ്പും ഹരിതാപവും നമ്മൾ ഫിലിമിലൊക്കെ പറയുന്ന പോലെ തന്നെ അത് നമുക്ക് കൊടുക്കാൻ പറ്റും പ്ലാന്റ്സിന് എപ്പോഴും. ഇപ്പം എനർജി വൈസ് ആണെങ്കിലും ചിലർക്ക് പ്ലാന്റ്സ് കാണുന്നത് കുറച്ച് ഒരു പോസിറ്റീവ് ഫീലാണ്. അങ്ങനെ കുറച്ച് എനർജറ്റിക് ആയിട്ടൊക്കെ നമുക്കൊരു ഡേ കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളാണ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഒരു എനർജറ്റിക് ഫീൽ വരും. ഫീൽ വരും. അത് പ്ലാന്റ്സ് ഇപ്പൊ നമ്മള് വീട്ടിൽ മാത്രമല്ല, ഇപ്പൊ അത് മാറി ഓഫീസുകളിലേക്കും എല്ലാം പ്ലാന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഇൻഡോർ പ്ലാന്റ്സ് ആണ് കൂടുതലും വരുന്നത്. അത് കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പൊ ചിലവരുടെ വീട് നമുക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ കാണുമ്പോൾ വീട് മൊത്തം പ്ലാന്റ് ആയിരിക്കും, ഈ സോഫയിൽ മാത്രമായിരിക്കും ചെടിയില്ലാത്തത്. ഒരു ഇന്റീരിയറിന്റെ കണ്ണിലൂടെ കാണുമ്പോ എങ്ങനെയാ, അതാണ് ഇഷ്ടപ്പെടുന്നത്? അത് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം പ്ലാന്റ്സ് വെക്കുന്നതാണ്? ഞാൻ പറയുകയാണെങ്കിൽ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം പ്ലാന്റ്സ് വെക്കുന്നതാണ്. പിന്നെ ഇപ്പം ഒരു വീട്ടിൽ അതായത് വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതല്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എപ്പോഴും അത് കൊണ്ടുപോകാൻ പാടായിരിക്കും. അപ്പം അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പാടായിരിക്കും. അപ്പം അതിലും നല്ലത് അവർ മിനിമലൈസ് ഒരു ഇതിൽ വെക്കുന്നതായിരിക്കും അവർക്ക് നല്ലത്. എന്താണ് അതനുസരിച്ച് കൊണ്ടുപോകുന്നതായിരിക്കും. ഇപ്പൊ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ട് നോക്കുകയാണെങ്കിൽ, ഒന്നെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്തൊക്കെയാണ്, നമ്മുടെ ഡെയിലി നമുക്ക് എന്താ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഇന്റീരിയർ ചെയ്യാം. ചിലവർ ഇന്റീരിയർ കണ്ടിട്ട് പലരുടെയും ഇത് നമ്മൾ കോപ്പി അടിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത പല സാധനങ്ങളും വെക്കും, എന്നാൽ നമ്മൾ അതിലേക്ക് തിരിഞ്ഞു നോക്കത്തില്ല. കാരണം ഞാൻ ഈ വീഡിയോ കണ്ടു, അങ്ങനെയാണോ ചെയ്യേണ്ടത്? അതോ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നോക്കിയാണോ ചെയ്യേണ്ടത്, അതോ ബഡ്ജറ്റ് നോക്കിയാണോ ചെയ്യേണ്ടത്? എപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈല് നോക്കി തന്നെ ചെയ്യണം. നമ്മൾ എൻ്റെ ഒരു സജഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സജഷൻ എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈല് നോക്കി തന്നെ ചെയ്യണം. ബഡ്ജറ്റ് ഒരു കൺസേൺ ആണ്, അല്ലെന്നല്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്താണോ, ഇപ്പം ബിസി ഷെഡ്യൂൾ ഉള്ള ഒരാളാണെങ്കിൽ അതിനനുസരിച്ചുള്ള എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കണം. വാർഡ്രോബ്സിലേക്ക് പോകുമ്പോൾ ഒരു ജസ്റ്റ് ഒരു അലമാര എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാറി അവിടെ ഹാങ്ങേഴ്സ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഈസിയാണ് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഇപ്പം ഒരു കിച്ചണിലേക്ക് വരുവാണെങ്കിൽ തന്നെ ഇപ്പം പല കാര്യങ്ങളും നമ്മൾ കിച്ചണിൽ പ്രൊവൈഡ് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. അതെല്ലാം പ്രൊവൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അവരുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പം കുറച്ചുകൂടി ഈസി ആക്കാൻ പറ്റും. ഒരുപാട് ഐറ്റംസ് അതിനകത്ത് കൊടുക്കാതെ നമ്മളുടെ സ്പേസിനകത്ത് എന്താണോ ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് പോകും. ലൈഫ് സ്റ്റൈൽ നോക്കിയായിരിക്കണം. ലൈഫ് സ്റ്റൈലും നമ്മളുടെ ഇഷ്ടം, ഓരോരുത്തരുടെയും ഇഷ്ടം ഓരോന്നാണല്ലോ. അവിടെ ചെയ്തത് കണ്ട് നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ ആ കളറേ നമുക്ക് ഇഷ്ടം ഉണ്ടായിരിക്കത്തില്ല, പക്ഷെ ഫസ്റ്റ് ഒരു ഫീല് നോക്കുമ്പോൾ ആ ഒരു കളർ നമുക്ക് ഇഷ്ടപ്പെട്ടു, നമ്മളത് ഇവിടെ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഡെയിലി കാണുമ്പോൾ അതിനോടൊരു ഇഷ്ടക്കേട് വരും. അപ്പൊ അത് ചെയ്യാതെ നമ്മുടെ ഉള്ളിൽ എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്തു പോവുക. ഇപ്പൊ നമ്മളില്ലേ നമ്മുടെ സ്വപ്നത്തിന് തുല്യമ്പോൾ നമുക്ക് പല ഐഡിയാസ് ഉണ്ടാവും. ഇപ്പൊ പല രീതിയിലും വെക്കണം, അങ്ങനെ വെക്കണം. ഇപ്പത്തെ ഒരു ട്രെൻഡാണ് വീടിന്റെ ഉള്ളിൽ ബാർ കൗണ്ടർ. അതൊരു രസമാണ്. ഇപ്പൊ നമ്മളാരും കുടിച്ചില്ലെങ്കിലും അത് ഇരിക്കണതാണ് ഒരു ഭംഗിയാണ്. ഇപ്പൊ നിങ്ങൾ പറയും സാർ അത് പൊക്കത്തേക്ക് ആക്കണ്ട, താഴെ തന്നെ ആണെങ്കിൽ അത് സാറിന് മൂടുള്ളപ്പോഴൊക്കെ എടുത്ത് അടിക്കാനൊക്കെ പറ്റുള്ളൂ, പൊക്കം വരെ കയറണ്ടെന്നൊക്കെ. ഇല്ല, പ്രൈവസി മേടിച്ച് പൊക്കത്തു, പക്ഷെ അവിടെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് അത്രയും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ സജസ്റ്റ് ചെയ്യാറുണ്ടോ? അങ്ങനെ സജസ്റ്റ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വരാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ വീടെന്ന് പറയുന്നത് നമ്മള് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം വെക്കുന്ന ഒരു കാര്യമായതുകൊണ്ട്
ഇവര് പണ്ട് തൊട്ടേ സ്വപ്നം കണ്ട അതെ പല അതെ കാര്യങ്ങളും അതെ 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 ഇപ്പം പുറത്തൊക്കെ പോയിട്ടുള്ളവരാണ് കൂടുതലും ഇതുപോലെയുള്ള സജഷൻസ് വരുന്നത്. അപ്പം വരുന്നത്. ഓക്കെ. അവരുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും അവർ അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം പലതും നമുക്ക് പിന്നീട് ആവശ്യമേ ഉള്ള കാര്യങ്ങളായിരിക്കത്തില്ല. എന്നാൽ പോലും അവരുടെ ആഗ്രഹമാണത്. അത് ചെയ്തു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. ഓക്കെ. പക്ഷെ നമ്മളത് പറയാറുണ്ട്, ഇന്നതായിരിക്കും കൂടുതൽ ആപ്റ്റ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ബാർ കൗണ്ടർ നമുക്ക് ഈ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നിടത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. നമ്മൾ ആദ്യത്തെ ആ ഒരു ഇതില് നമ്മൾ റൂഫ് ടോപ്പില് അതെ മഴ, അതെ അതെ ജോൺസൺ മാഷിന്റെ സംഗീതം അതെ എന്നൊക്കെ അതെ അതെ പറഞ്ഞ് അതെ ക- വെക്കും. അതെ പക്ഷെ ആദ്യത്തെ ഒരു 1-2 മാസം കഴിയുമ്പോഴത്തേക്ക് അതിനോടുള്ള ഒരു അതെ ഇതങ്ങ് പോകും. ഓക്കെ. പോയി കഴിയുമ്പോൾ വീണ്ടും ഇതെല്ലാം എടുത്ത് താഴെ താഴെ കൊണ്ടുവരും. കൊണ്ടുവരും. അതെ ഇവിടെ തന്നെ മതി എന്നുള്ള മതി. രീതി. കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വിളിക്കും. ആ, വെള്ളത്തെ നമുക്കതൊന്ന് മാറ്റിയിട്ട് മാറ്റി. അതെ 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 സത്യ. ഒരു വേറെന്തെങ്കിലും അവിടെ കൊണ്ടുവന്നാലോ ആ, എന്നുള്ള ഒരു ഇത് തോട്ട് അവർക്ക് വരും. വരും. അത് ഓക്കെ. അവരത് എക്സ്പീരിയൻസ് ചെയ്താലേ അവർക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ ഓക്കെ. പക്ഷെ നമ്മൾ പറയാറുണ്ട്. ബട്ട് അവരുടെ സജഷൻ, അവരുടെ സജഷൻ ആഗ്രഹം അതാണെങ്കിൽ അത് ചെയ്തു എല്ലാ കൊടുക്കാറുണ്ട്. ക്ലയൻസിന്റെ എല്ലാ ക്ലയന്റിന്റെ കയ്യിലായിരിക്കും. അതെ നമ്മൾ അതെ ആരും അങ്ങനെ നിർബന്ധിക്കാറില്ല അതെ. അല്ലേ? ഓക്കെ. നമ്മള് നിർബന്ധിക്കുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാല് അതായത് ഈ ക്വാളിറ്റിയുടെ കാര്യത്തില് നമ്മൾ കാര്യത്തിൽ. നിർബന്ധം പിടിക്കാറുണ്ട്. ഓക്കെ ഓക്കെ. ബാക്കി പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ഒത്തിരി നിർബന്ധം പിടിക്കാറില്ല. ഇന്റീരിയർ ഡിസൈനിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ആരായിരിക്കും? ഇപ്പൊ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ലേഡീസ് ആണോ? അതൊരു കുടുംബത്തിലെ ഒരു കുടുംബനാഥനാണോ? ഒരു കുടുംബിനിയാണോ ഏറ്റവും കൂടുതൽ കൺസേൺസ്, അല്ലെങ്കിൽ ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനിലേക്ക് വരണം എന്ന ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ആർക്കായിരിക്കും? ഏത് കൂടുതലും കാറ്റഗറി? കുടുംബനാഥയ്ക്കായിരിക്കും കൂടുതലും വരുന്നത്. ഓക്കെ. ഏഹ് പിന്നെ കുടുംബ നാഥന്മാരും, അതായത് ആ വീട്ടിലെ ഹസ്ബൻഡും വൈഫ്. ഇടപെടാറുണ്ട്. ഓക്കെ. പക്ഷെ അവരെക്കാട്ടിലും കൂടുതലും ഒരു ഇന്റീരിയർ ഇങ്ങനെ വരണം എന്ന ആഗ്രഹം പറയുന്നത് കൂടുതലും വീട്ടമ്മ മീൻസ് കുടുംബനാഥ തന്നെയായിരിക്കും. അതെ. ഓക്കെ ഓക്കെ. കുട്ടികൾക്കുണ്ടാകും. അത് അതെ അവരുടെ റൂമില് അതെ എന്തൊക്കെ അതെ ചെയ്യണം അതെ. എന്നുള്ളത് എല്ലാ കുട്ടികൾക്കും, ഇപ്പം ഇപ്പോൾ ഉള്ള ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും എന്റെ റൂം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു കാര്യങ്ങളെല്ലാം അവര് പക്കയായിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ. അങ്ങനെ അല്ലേ. ഇപ്പം കൊച്ചിയിലേക്ക് വരുമ്പോൾ കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കുന്നത് ഫ്ലാറ്റ് ആണ്, അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ്സ് ആണ് അല്ലേ? ഇപ്പം വില്ല പ്രൊജക്ട്സിനേക്കാൾ കൂടുതൽ അവർക്ക് ഈസി മെയിൻറ്റെയിനിങ് ചെയ്യാൻ പറ്റുന്നത്, ഒരുപാട് മിറ്റൊക്കെ ഉണ്ടെങ്കിൽ ബിസി ഷെഡ്യൂൾ ഉള്ളവരാണ് കൊച്ചിയിലുള്ളവർ. ഇപ്പൊ ഫ്ലാറ്റും അപ്പാർട്ട്മെന്റ്സ് ആണ് എനിക്ക് തോന്നുന്നത് സീ ഗ്ലോബ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നതും. നിങ്ങൾ അതെ ഫ്ലാറ്റും അതെ അതെ. അപ്പാർട്ട്മെന്റ്സ് അല്ലേ? അപ്പൊ എത്ര ഡ്യൂറേഷൻ ആണ് എടുക്കുന്നത്? അത് ഡിപ്പെൻസ് ആണ്. ഓക്കെ. ഇപ്പം ഒരു ഫ്ലാറ്റിന്റെ അതിന്റെ സ്ട്രക്ചർ അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചായിരിക്കും. പിന്നെ ഓരോ ഫ്ലാറ്റിനും അതിൻ്റെതായ ടൈം ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഇപ്പം ഇത്ര ടൈമേ അവിടെ വർക്ക് ചെയ്യാൻ സാധിക്കൂ എന്നൊക്കെയുള്ള ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ചായിരിക്കും അതിൽ വരുന്നത്. ഇപ്പം 45 to 60 ഡേയ്സ് എടുക്കുന്നുണ്ട് ചില ഫ്ലാറ്റുകൾ കംപ്ലീറ്റ് ആവാനായിട്ട്. എന്നാൽ നമ്മൾ ഒരു 15 ഡേയ്സ് കൊണ്ട്, വെറും 15 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത അപ്പാർട്ട്മെന്റ് ഉണ്ട്, 3 BHK അപ്പാർട്ട്മെന്റ്. കാരണം ഓക്കെ. ഒരു ഡോക്ടറിന്റെ അപ്പാർട്ട്മെന്റ് ആണ്. ഡോക്ടറിന്റെ ബ്രദർ ഇവിടെ UK-ന്ന് വന്ന് ജസ്റ്റ് പുള്ളി 2 ഡേയ്സിലേ ഉള്ളൂ. അപ്പൊ ആ ഡേയ്സിനുള്ളിൽ തീർത്തു തരാമോ എന്ന് ചോദിച്ച് നമ്മളതൊരു ചലഞ്ചായിട്ട് തന്നെ എടുത്തു. അത് ശരിക്കും ചലഞ്ച് തന്നെയാണ്. പക്ഷെ ആ അപ്പാർട്ട്മെന്റും കൂടെ നമ്മളോട് സപ്പോർട്ടീവ് ആയിട്ട് നിന്നത് കൊണ്ടിട്ടാണ്, അതായത് അവർ ആ ഫുൾ ടൈം പണിയാൻ ഉള്ള ഒരു ടൈം നമുക്ക് തന്നു. അങ്ങനെ അതെ, അതുകൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്ത് പോയി. 15 ഡേയ്സ് ആണ് അതിലെടുത്തത്. ഇപ്പം നമ്മളിപ്പം റീസെന്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു പ്രോജക്റ്റ് വെറും 25 ഡേയ്സ് ആണ് അവർ നമുക്ക് തന്നത്. 25 ഡേയ്സിനുള്ളിൽ അവർക്ക് കയറണം എന്നുള്ളതാണ് തന്നത്. നമ്മൾ 24 ഡേയ്സിൽ അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പം നമ്മുടെ വൈറ്റിലെ തന്നെ ഉള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ്. ഒരു യൂട്യൂബറിന്റെ ആയിരുന്നു അത്. നമുക്ക് ടെസ്റ്റിമോണിയിലും ഒക്കെ കിട്ടിയിട്ടുണ്ട് അതിന്റെ. 24 ഡേയ്സിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു നമ്മള്. വൺസ് നിങ്ങളോട് ഇപ്പൊ നിങ്ങളെ പോലുള്ള ഇന്റീരിയർ ഡിസൈനറോടൊക്കെ സംസാരിച്ച് എത്ര ഡേയ്സ്, ഇപ്പൊ നിങ്ങൾക്കായാലും ഇപ്പൊ ഇങ്ങനെ പറയുന്നോണ്ട് ഓക്കെ, നമുക്ക് ആ ഒരു റിസ്കിൽ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരു കുറച്ച് ടൈം ഒക്കെ കിട്ടി നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ നിങ്ങളോട് ചോദിച്ചിട്ട് വേണോ ഹൗസ് വാമിംഗ് ഡേറ്റും ഫിക്സ് ആക്കാൻ? അതോ തീർച്ചയായിട്ടും അത് പൊതുവെ നമ്മൾ ഈ ഒരു ഡേറ്റ് ഫിക്സ് ആക്കുകയാണ്, ഞങ്ങൾ ഈ ഡേറ്റ് ഫിക്സ് ആക്കിയിട്ടോ, ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോഴത്തേനും അതെങ്ങനെ നിങ്ങളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പാർട്ട്മെന്റ്, ഫ്ലാറ്റ് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഓൾമോസ്റ്റ് ടൈലിങ്ങിന്റെ പാർട്ടൊക്കെ കംപ്ലീറ്റ് ആയിരിക്കും. അപ്പൊ ആ പാർട്ടിലേക്കൊന്നും നമുക്ക് എൻട്രി ഉണ്ടാവത്തില്ല. ചിലപ്പം റെനോവേറ്റ് ചെയ്യുവാണെങ്കിൽ ടൈല് മാറ്റുന്നുണ്ടാകും. ഇപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോ, ഇപ്പം വീടാണെങ്കിൽ ഇപ്പം നമ്മൾ ടൈല് തൊട്ട് തുടങ്ങണമല്ലോ. അപ്പൊ ഈ ടൈല് എത്രത്തോളം ഡിലേ വരും, അപ്പൊ അവരത് വന്ന് ഇപ്പം ക്ലയന്റ് വരുന്നുണ്ടെങ്കിൽ ക്ലയന്റ് വന്ന് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ടൈലിന് എത്രത്തോളം ഡിലേ വരും എന്നുള്ളത് അത് സെലക്ട് ചെയ്യുന്ന ടൈലിനനുസരിച്ചായിരിക്കും.
ഇപ്പം ചില കമ്പനിയുടെ ഇപ്പം ഒരു എന്താ ഡിസൈനർ ടൈലൊക്കെ വരാൻ കുറച്ച് അധികം ഡേയ്സ് എടുക്കും. കാരണം ഓക്കെ നമ്മൾ ഓർഡർ അഗെയിൻസ്റ്റ് ആയിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. ഓക്കെ ഓക്കെ അപ്പം അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്ത് വെക്കണം. ഓക്കെ എങ്കിൽ മാത്രമേ ഈ പറയുന്നത് പോലെ ഹൗസ് വാമിംഗ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം പറ്റുള്ളൂ. തീർച്ചയായിട്ടും നമ്മളോട് പറയണം. അതെ. ഇന്ന ദിവസമാണ് നമ്മൾ ഏകദേശം കയറാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പം ആ ടൈൽ അവർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അത് വരാൻ ഇത്രയും ഡിലേ എടുക്കും. സോ അതുകൊണ്ട് നിങ്ങൾ വേറെ ടൈൽ നോക്കൂ, അല്ലെങ്കിൽ ഇത് പറയാൻ പറ്റും നമുക്ക്. ഓക്കെ അതല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഫൈനലിലേക്ക് വരുമ്പോഴത്തേക്കും പറയാൻ നിൽക്കുമ്പോൾ ഈ ഈ ഐറ്റംസ് എല്ലാം അവിടെ ഡിലേ ആയിരിക്കും. ഇത് നമുക്ക് ഓടി കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഓക്കെ. അതാണ്. ഇപ്പൊ ഒരു ഇന്ത്യയിൽ ഇപ്പൊ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇത് കാണുന്നവരുണ്ടാവും. അപ്പം അവർക്ക് ഇങ്ങനെ ഫണ്ട് അവർ ഹാളിന് ഇത്ര എമൗണ്ട്, റൂംസിന് ഇത് അങ്ങനെ ഇട്ടിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ലിവിംഗ് റൂം, ബെഡ്റൂം, കിച്ചൺ, ബാൽക്കണി, ഇത് ഈ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ഇറങ്ങുന്നത് ആസ് എ ഇന്റീരിയറിലേക്ക് ഫണ്ട് ഇറങ്ങുന്ന ഏത് ഏരിയ ആയിരിക്കും? ഇപ്പം ഒരു നോർമൽ ഒരു വീടാണ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫണ്ട് വരുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് കിച്ചൺ ഏരിയയിൽ തന്നെ ആയിരിക്കും. അതെ. കാരണം കിച്ചൺ ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും മോയ്സ്ചർ കണ്ടന്റ് നിൽക്കുന്ന ഒരു ഏരിയയാണ്. അപ്പം അവിടെ വരുന്ന മെറ്റീരിയലും അതേപോലെയുള്ള മെറ്റീരിയൽ ആയിരിക്കും. ഓക്കെ. അപ്പം അതായിരിക്കും കൂടുതൽ ഫണ്ട് അവിടെ വരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത് ഇന്റീരിയർ പോർഷൻ മാത്രമാണ് അതെ അതെ അതെ. അതിലേക്ക് വരുന്നത്. ഓക്കെ. ബാക്കി പിന്നെ ഓരോരോ റൂംസിനനുസരിച്ച് തന്നെ ഇരിക്കും. ഇപ്പം ചിലപ്പം വാക്കിംഗ് വാർഡ്രോബ്സ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴത്തേക്കും അതിന് കുറച്ചും കൂടെ കുറച്ചും കൂടെ, കോസ്റ്റ് വരാറുണ്ട്. ഓക്കെ. നോർമലി നോക്കുമ്പോ കിച്ചണിലായിരിക്കും കിച്ചണിലേക്കായിരിക്കും നമ്മൾ കൂടുതൽ കുറച്ചധികം അതെ ഫണ്ട് ഫണ്ട് മാറ്റി വരുന്നത്. വെക്കേണ്ടത് അല്ലേ? കിച്ചണിന്റെ ആക്സസറീസ് ആണെങ്കിലും അതിനെല്ലാം ഇപ്പം ഓരോ ബ്രാൻഡിനനുസരിച്ച് അതിന്റെ ഡിഫറെന്റ് ആയിരിക്കും അതിന്റെ റേറ്റ്. ഓക്കെ ഇപ്പം ഓക്കെ. എപ്കോ ആണ്, അല്ലെങ്കിൽ ഓരോ ബ്രാൻഡ് ഉണ്ടാവും. ഇപ്പം നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്ന പോലെയാണ്. ഇപ്പം ഐഫോണിന് ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്, സാംസങ്ങിന് ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്, Okay. വിവോ, ഓപ്പോ വരുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള എന്ന് പറയുന്ന പോലെ തന്നെ മെറ്റീരിയൽസ് ഉണ്ട് കിച്ചണിലേക്കും അതുപോലെ തന്നെ ഇന്റീരിയറിലെ എല്ലാ പാർട്ടിലേക്കും. അപ്പൊ അതിനനുസരിച്ചായിരിക്കും അതിന്റെ കോസ്റ്റും വരുന്നത്. ഓക്കെ. ഒരു വീട് വെക്കാൻ ഇപ്പൊ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ടൈം ഒരു മന്ത് നമ്മൾ പറയില്ലേ, ഈ മന്ത് തൊട്ട് ഇത്ര മന്ത്, അങ്ങനെ ഏതായിരിക്കും? ഇപ്പൊ ജൂൺ ഒക്കെ ആകുമ്പോഴത്തേന് മഴ, അപ്പൊ എല്ലാവരും വിചാരിക്കും ഇപ്പൊ ചെയ്യണോ, മഴയല്ലേ, ഡിലേ ആവും, ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിലേ ആവും. അപ്പൊ അങ്ങനെയുള്ളവർ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? സി ഗ്ലോബലിന് എന്താ പറയാനുള്ളത്? മഴ മഴ ഒരു അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ തന്നെയാണ്. ഓക്കെ. എങ്കിൽ പോലും പ്ലാൻ ചെയ്താൽ നിങ്ങൾ ഒട്ടും താമസിക്കരുത്. താമസിക്കരുത്. അതെ. കാരണം ഓരോ കാര്യങ്ങളും ഡേ ടു ഡേ ഇത് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ മന്തിന്റെ പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു കോസ്റ്റ് ആയിരിക്കത്തില്ല നെക്സ്റ്റ് വരുമ്പോഴത്തേക്കും. ഓക്കെ ഇപ്പം ഓക്കെ. ഇപ്പം ഇപ്പം ഈ ഇതൊക്കെ വരുമ്പോൾ 20% ഹൈക്ക് വന്നു എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു കാര്യം. എന്ന് പറഞ്ഞ പോലെ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് ഡിലേ വരുത്താതെ തന്നെ എന്നാണോ സ്റ്റാർട്ട് ചെയ്യുക, ഇപ്പം മഴയാണെങ്കിൽ പോലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. മഴ അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്തോളും. നമുക്ക് മഴ ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ മഴയാന്ന് വിചാരിച്ച് ആരും ഡിലേ ഡിലേ ആക്കണ്ട. മഴ കഴിഞ്ഞിട്ട് എന്നുള്ള ഒരു കാരണം നമുക്ക് ആ മഴയത്ത് നമുക്ക് പ്ലാൻ ചെയ്യും. ഇപ്പോൾ ഒരു പ്ലോട്ട് കാണുമ്പോൾ നമുക്കതിനെ എങ്ങനെ സെറ്റ് ചെയ്ത് അതിൽ എത്ര സ്ക്വയർ ഫീറ്റ് കൊടുത്ത് നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പൊ ആ ഡിസൈൻ പോർഷൻ എല്ലാം നമുക്ക് ആ മഴ ആ ഒരു ഡ്യൂറേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു ഡിസൈൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് നമുക്ക് ഒരുമിച്ചങ്ങ് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇത് ഒരു ക്ലയന്റിന്റെ മൈൻഡ് നമ്മൾ റീഡ് ചെയ്ത് അത് നമ്മൾ വരച്ച് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്ന് അത് അവരെ കാണിക്കുമ്പോൾ അത് തന്നെയാണോ അവർ ഉദ്ദേശിച്ചതെന്നുള്ളത് വരണം. അതല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളത് ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനനുസരിച്ച് ഡിലേ വരുന്ന പ്രോസസ്സാണത്. അപ്പം ആ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു വെക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് നിങ്ങളും ക്ലയൻസ് ആയിട്ടുള്ള ഒരു പെണ്ണ് കാണൽ ചടങ്ങ് പോലെയല്ലേ? റിജക്ഷൻ വരും, ഒരിടത്ത് വരുമ്പോ ഒരു ഡിസൈൻ കാണിക്കുമ്പോഴത്തേനും റിജക്ട്, അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ. ഇപ്പൊ നമ്മൾ പറയും ഒരു ക്ലയന്റിന്റെ ടേസ്റ്റ് എപ്പോഴാണ് മനസ്സിലാവുന്നത്? നിങ്ങൾ ഒരു സിറ്റിംഗിൽ മനസ്സിലാവുക? കാരണം ആ ടേസ്റ്റ് മനസ്സിലാക്കിയാലാണല്ലോ നമുക്ക് അത് ഡിസൈനിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അത് എത്ര സിറ്റിംഗുകൾ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ക്ലയന്റിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യത്തെ ഒരു സിറ്റിംഗിൽ തന്നെ കുറെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പണ്ടായിരുന്നു അത് അത്രയും നമുക്ക് മനസ്സിലാക്കാം. കാരണം അവർക്കും പ്രോഡക്റ്റിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. ഞങ്ങൾക്ക് ഇങ്ങനെ വേണം അങ്ങനെ പറയാനേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല, പല റെഫറൻസ് പിക്ചേഴ്സും നമുക്ക് കാണിച്ചു തരും. ഇന്ന പോലെ ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ്. നമുക്ക് കുറച്ചും കൂടെ
കൂടുതൽ ഈസിയാണ് അവരുടെ മൈൻഡ് റീഡ് ചെയ്യാനായിട്ട്. ഓക്കെ ഇപ്പം ഓക്കെ 1-2 സിറ്റിങ്സ് കൊണ്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ. പിന്നെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഓരോ സിറ്റിങ്സിനനുസരിച്ച് മൈൻഡ് റീഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ വരച്ചു കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പൊ നിങ്ങളോട് ക്ലയൻസ് ഇങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഒരുപാട് നമുക്ക് വീഡിയോസ് കാണും. ഇപ്പൊ പിൻട്രസ്റ്റിലായാലും ഇപ്പൊ എസ്തെറ്റിക് ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡിസൈൻസ് കിട്ടും, അല്ലാതെ യൂട്യൂബിൽ ഒരുപാട് കിട്ടും. എന്നാലും നിങ്ങൾ ഒരു ഡിസൈൻ പ്രസന്റ് ചെയ്യുമ്പോഴത്തേനും ക്ലയൻസ് പറഞ്ഞിട്ടുണ്ടോ, അയ്യോ ഇത് ഞങ്ങൾ ഇത്രയും കുറേ വീഡിയോ, കാരണം ഒരു ക്ലയന്റ് നിങ്ങൾ അപ്രോച്ച് ഫൈനലൈസ് ചെയ്യുന്ന അർത്ഥം അതിന് മുന്നേ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ടാവും അതെ അല്ലെ, അതെ ഒരു അതെ 1000+ എങ്കിലും അവർ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ട്. എല്ലാം സെർച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ക്ലയന്റ് ഓ ഈ ഡിസൈൻ ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ, ഇത് ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള അങ്ങനെ പറഞ്ഞ അങ്ങനെ ഒരുപാടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓക്കെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുമുണ്ട്. ഓക്കെ എല്ലാ പ്രോജക്റ്റിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മളുടേതായ ഒരു നമ്മുടേതായ ഒരു ഐഡന്റിറ്റി. ഐഡന്റിറ്റി അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. എന്ന് ഓക്കെ വിചാരിച്ച് ഓരോ പ്രോജക്റ്റിലും സെയിം ആയിരിക്കത്തില്ല. ഓക്കെ അതിനനുസരിച്ച് ആപ്റ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു എലമെന്റ് നമ്മളവിടെ പ്ലേസ് ചെയ്യാറുണ്ട്. അപ്പൊ ഓക്കെ അത് ക്ലയന്റ് പറയാറുമുണ്ട്, ഓ ഇത് ഓക്കെ വളരെ ഇതായിട്ടുണ്ടല്ലോ എന്ന് പറയാറുണ്ട് അവര്. പറയാറുണ്ട്. അതെ. ഓക്കെ. ഇപ്പം ഒരു പ്രൊജക്ട്സിൽ തന്നെ ഉള്ളത് മറ്റേടത്ത് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാണ്. ഇപ്പൊ ഓരോരുത്തരും നമ്മൾ ചെയ്ത വർക്ക്സ് ആയിരിക്കുമല്ലോ നമ്മൾ കാണിക്കുന്നത്. അതെ. അപ്പൊ കാണിച്ചപ്പോ ക്ലയന്റ് പറയാം ഞങ്ങൾക്ക് ഇതുപോലെ മാത്രം മതി, ഇത് തന്നെ വേണം, വേറെ ഒന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല, എക്സ്റ്റീരിയർ ഇങ്ങനെ ആയിരിക്കണം, ഇന്റീരിയർ ഇങ്ങനെ ആയിരിക്കണം, കളർ അല്ലേ, അങ്ങനെ പറഞ്ഞ ക്ലയന്റ് ഉണ്ടോ? അങ്ങനെ അതേപോലെ തന്നെ കോപ്പി കാറ്റ് പോലെ. കോപ്പി കാറ്റ് പോലെ ഒരു 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 കുറച്ചു നാൾ മുമ്പ് വരെയും അങ്ങനെ പറഞ്ഞിരുന്നു. ഓക്കെ പക്ഷേ ഇപ്പോൾ ഉള്ള ക്ലയന്റ് എല്ലാം തന്നെ കുറച്ചും കൂടെ ഈ ലുക്കൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇതിന്റെ കളർ ഒന്ന് മാറ്റി പിടിക്കാവോ, മാറ്റി പിടിക്കാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതെ പറയുന്നുണ്ട്. ഓക്കെ അപ്പൊ ഓക്കെ. അതേപോലെ വരാൻ ഉള്ള ഒരു കുറവാണിപ്പം ആൾക്കാര്. അവർക്കും അവരുടേതായ ഒരു ആൾക്കാർ വരുമ്പോ ഇത് ഞാൻ അവിടെ കണ്ടതാണല്ലോ എന്ന് പറയാൻ അവരും ആഗ്രഹിക്കുന്നില്ല. ഓക്കെ അവരും അത് ഇത് വേണ്ട, അതിൽ കുറച്ച് ചേഞ്ച് വരുത്തണം എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള ക്ലയന്റ് പറയുന്നത്. ക്ലയൻസിന്. ഒരു 4-5 വർഷം മുമ്പ് വരെയും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് അതേപോലെ തന്നെ മതി, ആ വീട്ടിൽ കണ്ട അതേ സാധനം തന്നെ മതി അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇപ്പൊ അത് ഒരിടത്തും ഒരിടത്തും കാണാത്ത ആർക്കും ഇല്ലാത്തത് ആർക്കും ഇല്ലാത്ത ആൾക്കാര് വരുമ്പോ, ഹൗസ് വാമിങ്ങിന് വരുമ്പോ എല്ലാവരും കണ്ടിട്ട് പറയണം, ആ വാവ്, ആ ഒരു ഫാക്ടർ അവിടെ വരണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ക്ലയന്റിന്റെ ഒരു റിക്വയർമെന്റ്. ഇപ്പത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും പഴമേനെ ഭയങ്കര സ്നേഹിക്കുന്നവരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ട്രഡീഷണൽ നമ്മുടെ കേരള സ്റ്റൈലിന്റെ തന്നെ. ഇപ്പൊ എന്താ ഈ ചൂരലിന്റെ കസാര, അല്ലെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയലിന്റെ കട്ടില്, കർട്ടൻസ്. ഇപ്പൊ ബ്ലൈൻഡ്സ് ഒക്കെ ആയിരുന്നു ഭയങ്കര ട്രെൻഡിങ് ആയിട്ട്. ഇപ്പൊ കർട്ടൻസിലേക്ക് മാറുന്നു, എസ്തെറ്റിക് ആയിട്ടുള്ള കർട്ടൻസ്. എസ്തെറ്റിക് ആണ് ഇപ്പൊ ഭൂരിഭാഗം പേര് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ആയിട്ട് തോന്നിയോ? നിങ്ങൾക്കും തോന്നി ഇന്റീരിയർ അത് ഡിസൈനേഴ്സ്? ഡിപ്പെൻസ് ആണ്. ഇപ്പൊ ഓക്കെ ഓരോ ക്ലയന്റിനെ, ഇപ്പം ഒരു സ്റ്റാർട്ടിങ്, അതായത് ഇപ്പം ന്യൂലി മാരീഡ് കപ്പിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരൊരു ട്രഡീഷണലിനെക്കാട്ടിലും അവർക്കൊരു യൂറോപ്യൻ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്കായിരിക്കും പോകുന്നത്. ഒരു ഇംഗ്ലീഷ് കിച്ചൺ, ഐലൻഡ് കിച്ചൺ, ജർമ്മൻ കിച്ചൺ എന്നൊക്കെ പറയുന്നത് പോലെ അതെ അതെ ആ അതെ ഒരു ഫീലായിരിക്കും അവർക്ക് വരേണ്ടത്. അതെ. ബട്ട് ചില ആൾക്കാർ, ഇപ്പം പണ്ട് തൊട്ടേ ഒരു വീട് കണ്ടു വളർന്ന ആൾക്കാർ, അവർക്കൊരു ട്രഡീഷണൽ ലുക്ക് വേണം എന്ന് വരാറുണ്ട്. ഓക്കെ പക്ഷെ നമ്മൾ എപ്പോഴും ആ ഒരു വീടിന്റെ ഒരു അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ വീടിന്റെ ഒരു സ്പേസ് ഒക്കെ ഉള്ള അതിനനുസരിച്ചായിരിക്കും നമ്മൾ അത് സജസ്റ്റ് ചെയ്യാറുള്ളൂ. സജസ്റ്റ് അതെ. ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ ചില കുട്ടികളൊക്കെ ഇപ്പൊ ഗ്രാൻഡ് പേരൻസ് എന്ന് വെച്ചാൽ പേരൻസ് ഇവിടെ ആയിരിക്കും, മക്കളൊക്കെ അബ്രോഡ് ആയിരിക്കും, പക്ഷെ പേരൻസിന് വേണ്ടി ഒരു അടിപൊളി വീട് പലരും തന്നെ ഇപ്പൊ നാട്ടിൽ വെക്കുന്നുണ്ട്. അതെ, അതെ. അപ്പൊ ചിലവർ 2 നിലയായിരിക്കും, ചിലവർ പേരൻസ് എത്താൻ പോലും പറ്റത്തില്ല. പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ പേരൻസിന് വേണ്ടി പണിയുമ്പം എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു നിലയാണോ പണിയേണ്ടത്, അതോ അതിൽ മാക്സിമം എങ്ങനെ ആ ഇന്റീരിയർ ഡിസൈൻ എങ്ങനെയായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്? അത് നേരത്തെ പറഞ്ഞതുപോലെ പേരൻസിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ അവരാണ് അവിടെ കൂടുതൽ ടൈം അതെ സ്പെൻഡ് അതെ ചെയ്യുന്നത്. അതെ അതെ. സോ അവർക്ക് പറ്റുന്ന ടൈലായിരിക്കണം. ഇപ്പം ആന്റി സ്കിഡ് ആയിട്ടുള്ള ടൈലുണ്ട്, പല ഇത് ഉണ്ട്. ഓക്കെ അപ്പം ഓക്കെ. അവർക്ക് അങ്ങനത്തെ ടൈൽ തൊട്ട് അത് ഓരോ, അതായത് എന്താ, ഏജിലേക്ക് പോകുന്തോറും, പാരൻസിലേക്ക് പോകുന്തോറും പല കാര്യങ്ങളും അങ്ങനെ നോക്കിയെടുക്കാനുണ്ട്. നോക്കണം. ഓക്കെ ഇപ്പം ലൈറ്റ്സ് ആണെങ്കിലും അങ്ങനത്തെ ഓക്കെ കാര്യങ്ങൾ കൂടുതൽ അവരുടെ കണ്ണിന്റെ കുറച്ചും കൂടെ ആ ഒരു ആപ്റ്റായിട്ടുള്ള ലൈറ്റിംഗ് അവിടെ വരണം. പിന്നെ ഇപ്പം 2 നിലയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവർക്കും അത്രയും സ്ഥലം ഉണ്ടാവില്ല. അപ്പം ഒരു നില കെട്ടിടം പണിയാനുള്ള ഒരു സ്പേസ് അവർ ഉദ്ദേശിക്കുന്ന പോലെ ഉണ്ടാവില്ല. അപ്പം അതിനനുസരിച്ച് ഇപ്പം 2 നിലയാണെങ്കിൽ നമുക്ക് ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ ഒരു വീടിനുള്ളിൽ കൊടുക്കുന്ന ലിഫ്റ്റുകളുണ്ട്, ഒരു രണ്ടാൾക്ക് പോകാൻ പാകത്തിനുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ
ഓക്കെ. ഞാൻ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ചോദിക്കുകയാണ്. ഇപ്പൊ 2 നിലയില് ഇപ്പൊ 2 നിലയില് ഒരു 3000 സ്ക്വയർ ഫീറ്റിൽ പണിയുന്നതാണോ ഒരു ഇന്ത്യൻ ഡിസൈനറിന് ഇഷ്ടം? അത് ഒരു നിലയിൽ തന്നെ നല്ല ലാവിഷ് ആയിട്ട് ആ ഒറ്റ നിലയിൽ തന്നെ അടിപൊളിയാക്കുന്നതാണോ ചേച്ചിക്ക് പേഴ്സണലി ഇഷ്ടം? എനിക്ക് പേഴ്സണലി ഒറ്റ നിലയോടാണ് എനിക്ക് താല്പര്യം. ഓക്കെ. ആ. കാരണം നമുക്ക് പ്ലോട്ട് അത്രയും വലുതാണെന്നുണ്ടെങ്കിൽ, ഓക്കെ. കാരണം ഒറ്റ നിലയിൽ കിട്ടുന്ന ഒരു ഫീല് നമുക്ക് ഒരു 2 നിലയിലോട്ട് പോകുമ്പോൾ ചിലപ്പം പേഴ്സണലി ആണ് ഓക്കെ. കിട്ടിയെന്ന് വരത്തില്ല. കാരണം ശരിയല്ല. ഒരു നിലയിലാകുമ്പോൾ ഒരു ഫാമിലിയിലെ എല്ലാവരും ഒരു നിലയിലുണ്ടായിരിക്കും. അപ്പം നിലയിലുണ്ടായിരിക്കും. ഓക്കെ. എല്ലാവരും നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലുണ്ടായിരിക്കും ആയിരിക്കും. എല്ലാവരും. ഓക്കെ. നമുക്ക് നമുക്ക് എല്ലാ സ്ഥലത്തേക്കും എത്തിപ്പെടാൻ പറ്റും. പക്ഷെ അതിനുള്ള ഈ സ്ഥലം വേണം അല്ലേ? വേണം. കൊച്ചിയിൽ ആ സ്ഥലമാണ്. കൊച്ചിയിൽ അതാണ്. കൊച്ചിയില് അതാണ്. 4.5 സെന്റ് എന്നൊക്കെ അതെ, പറഞ്ഞാൽ 4 തന്നെ സെന്റിലൊക്കെ നമുക്കൊരു 2 നില വീട് തന്നെയാണ് എപ്പോഴും എപ്പോഴും ആപ്റ്റ് ആയിട്ട് ആപ്റ്റ് ആയിട്ട് വരുന്നത്. അതെ. വേണ്ടതല്ലേ. ഓക്കെ. ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? കാരണം ഇപ്പൊ ഒരുപാട് പേര് ഇതിലേക്കൊക്കെ ഫോക്കസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ഒരു കരിയർ ഒന്ന് സെറ്റിൽഡ് ആയ എല്ലാവരുടെ ആഗ്രഹം അച്ഛനും അമ്മയ്ക്കും സ്വന്തമായിട്ട് വീട്, അല്ലെങ്കിൽ അതെ. ജോബ് മേടിച്ച അതിന്റെ മക്കളുടെ ഏറ്റവും ആഗ്രഹമാണ് അതെ. എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു വീട്. അതെ. എല്ലാരും തന്നെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും എല്ലാരും വണ്ടി എടുക്കുന്നതിനേക്കാളൊക്കെ കൂടുതൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ഇത്രയും പഠിപ്പിച്ച് വളർത്തിയ അച്ഛനും അമ്മയ്ക്കും ഒരു വീട്, അല്ലെങ്കിൽ നമുക്കൊരു വീട് എന്നുള്ളത്. അപ്പൊ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ് സി ഗ്ലോബിന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? സി ഗ്ലോബിന്റെ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഒരു നെക്സ്റ്റ് 5 ഇയർ അല്ലേ ചോദിച്ചത്? അതെ. നമ്മളിപ്പം ഓൾറെഡി നമ്മളിപ്പം ബാംഗ്ലൂരുണ്ട്, വൈറ്റിലുണ്ട്, എറണാകുളത്തുണ്ട്. ഓക്കെ. നമ്മൾ ഓൾ കേരള ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം നെക്സ്റ്റ് ഇയറിൽ ട്രിവാൻഡ്രം ആൻഡ് കോഴിക്കോടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് 2027. ബാക്കി ബ്രാഞ്ചസ് ഓൾ കേരള വരണം എന്നുള്ളതാണ് നമ്മുടെ 5 ഇയേഴ്സിനുള്ളിൽ ഓക്കെ. പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ അബ്രോഡ് കുട്ടികളുള്ള പാരൻസ്, അതുപോലെ റിട്ടയർമെന്റ് പാരൻസ്, ഓക്കെ. പിന്നെ വെൽനസ് ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഇവർക്ക് എല്ലാവർക്കും ഒരു പറ്റുന്ന ഒരു പ്രോജക്റ്റാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. വെൽനസ് ആൻഡ് റിട്ടയർമെന്റ് ഹോം എന്ന് പറഞ്ഞിട്ട് ഓക്കെ. അതൊരു 2026 ലാസ്റ്റോടു കൂടി ആയിരിക്കും നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. ഓക്കെ. അതിനകത്ത് എല്ലാ കാര്യങ്ങളും വരും. ഒരു വെൽനസ് ഒരു വെൽനസ് സെന്റർ ഉണ്ടാകും, ഒരു ജിം ഏരിയ, അതായത് വെൽനസിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. ഓക്കെ. ഒരു ഓക്കെ. പൂൾ ഉണ്ടാകും, ഒരു ക്ലിനിക്ക് ഉണ്ടാകും, അവിടെ എപ്പോഴും ഒരു ഡോക്ടർ ആൻഡ് ഹോം നേഴ്സ് ഉണ്ടാകും, ഓക്കെ. പിന്നെ ഒരു റെസ്റ്റോറന്റ് ഉണ്ടാകും. ആഹാ. അങ്ങനെ ഒരു 2 BHK ആയിട്ടാണ് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ഏക്കർ പ്രോപ്പർട്ടിയാണ്. ഓക്കെ. അതിൽ ഒരു 30+ വില്ലാസ് ആണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പം അത് 2 BHKയിലാണ് വരുന്നത്. ഒരു പ്രീമിയം കൈൻഡ് ഓഫ് വില്ലാസ് ആയിരിക്കും അത് വരുന്നത്. ഓക്കെ. അപ്പം ഇപ്പൊ ഓൾറെഡി അതിന്റെയൊക്കെ പ്രോസസ്സിംഗ് പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അത് അതാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയൊരു പ്ലാൻ അല്ലേ? വലിയൊരു പ്ലാൻ, റെസ്പോൺസിബിലിറ്റിയും വലിയൊരു കൂടിയാണ്. റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. അതെ. ഞങ്ങളിത് കൺസ്ട്രക്ഷൻ ഇതിലേക്ക് വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു പ്ലാൻ ആയിരുന്നു ആക്ച്വലി അത്. ഓക്കെ. അപ്പം അത് നമ്മളൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പം അത് അതെ. ലാസ്റ്റ് ആയിട്ട് ഞാൻ ചോദിക്കും, ഇപ്പൊ ബാംഗ്ലൂർ, ഇപ്പൊ ഹെഡ് ഓഫീസ് ബാംഗ്ലൂരാന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് മലയാളികളാണ് ഏറ്റവും കൂടുതൽ വീടിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പുറത്ത് അല്ലെങ്കിൽ കേരളത്തിന് പുറം വിട്ട് നോക്കുക ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ബാംഗ്ലൂർ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്? ബാംഗ്ലൂർ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ബട്ട് അവിടെ മലയാളികൾ തന്നെയാണ് കൂടുതലും ചെയ്യിപ്പിക്കുന്നത്. മറ്റേ ബാംഗ്ലൂർ എന്താന്ന് വെച്ചാൽ അവിടെ എല്ലാ പ്രോഡക്റ്റും കിട്ടും, എല്ലാ രീതിയിലുള്ള പ്രോഡക്റ്റുകളും കിട്ടും. അപ്പം അവരെ സംബന്ധിച്ച് അത് ചെയ്തു വെച്ചാലും അവർക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ക്വാളിറ്റി എന്നുള്ള ഒരു ടാഗ് ലൈനോട് കൂടി തന്നെയാണ് അവിടെയും നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവർ പോലും ഇപ്പം മലയാളികളാണെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് കൂടുതൽ താല്പര്യം. കാരണം പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നതിൽ നമ്മൾ കുറച്ചും കൂടെ കൺസേൺ ഉണ്ട്. അത് കാരണം അവരും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതെ, പറ്റിക്കില്ല എന്ന് ഉറപ്പുണ്ട്. അതെ. അപ്പൊ സി ഗ്ലോബിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കാരണം ഒരാളുടെ ഒരു ആയുസിന്റെ ഒരു കഠിനാധ്വാനത്തിന്റെ ഒരു ഫലം എന്ന് പറയുന്നത് ആളൊരു വീട് വെച്ച് കഴിയുമ്പോഴാണ് അല്ലെ? അപ്പൊ ഒരു ആയുസിന്റെ സമ്പാദ്യം ഏറ്റവും സുരക്ഷിതമായി ഏൽപ്പിക്കുന്നത് നിങ്ങളുടെ കരങ്ങളിലേക്കാണ്. ആ ഭവനം നല്ല അടിപൊളിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോരുത്തരും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു വിശ്വസ്തത, ട്രസ്റ്റ് എന്നും നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ കഴിയട്ടെ. ഇനി ഒരുപാട് നല്ല നല്ല പ്രൊജക്ട്സുകൾ ഓണാകട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഇത്ര നേരം ബിഹൈൻഡ് ദ ബ്രാൻഡിൽ സ്പെൻഡ് ചെയ്തതിന്. ഒരുപാട് ഡൗട്ട്സ് എനിക്ക് ചോദിച്ചറിയാൻ പറ്റി. ഇത് കേൾക്കുന്ന ഒരുപാട് പേർക്ക് ഡൗട്ട്സുകളൊക്കെ മാറി കാണും. ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെ സി ഗ്ലോബിനെ ബന്ധപ്പെടുക അല്ലെ? അടിപൊളിയാക്കി തരും.
അപ്പൊ നിങ്ങളുടെ പറഞ്ഞതുപോലെ ഒരാളുടെ സ്വപ്നമാണ് ഒരു അതെ ഭവനം എന്ന് അതെ പറയുന്നത്. അതെ അതെ ആ ഭവനം നമ്മളെ കൊണ്ട് കഴിയുന്നതിൽ അപ്പുറം ഉം. നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് യൂസ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് സി ഗ്ലോബിൻ എപ്പോഴും ശ്രമിക്കുന്നത്, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. ഇനി ഫ്യൂച്ചറിലും അങ്ങനെ തന്നെ ആയിരിക്കും. എന്ത് ട്രസ്റ്റിലാണേലും നമ്മുടെ അടുത്ത് വരാം. യെസ്. നമ്മുടെ 100% ട്രസ്റ്റ് ചെയ്ത് വർക്ക് തരാവുന്നതാണ്. ഓക്കെ. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.